അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ധാരാളം സുഹൃത്തുക്കൾ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഈ കോവിഡാനന്തരം ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. വേറെയും ചില കാരണങ്ങളുണ്ട്. ഗൾഫ് നാടുകളിലൊക്കെ ഉള്ള വിസയുടെയും മറ്റു കാര്യങ്ങളുടെയൊക്കെ നിയന്ത്രണങ്ങൾ, അവിടുത്തെ സ്വദേശിവൽക്കരണം, പല കാരണങ്ങളെ കൊണ്ട് പല പ്രവാസികളും നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. സാധാരണ പ്രവാസ ജീവിതം ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ അവിടെ ജോലി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ വരുമ്പോൾ, അങ്ങനെയൊക്കെ അല്ലെങ്കിൽ മരണപ്പെട്ട് ഒക്കെയാണ് പലപ്പോഴും തിരിച്ചു വരാറുള്ളത്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ യുവത്വത്തിൽ തന്നെ 30 40 വയസ്സായിട്ടുള്ള ആളുകളൊക്കെ നാട്ടിൽ വന്ന് സെറ്റിലാവുന്നത് നമ്മളത് നല്ലൊരു കാര്യമാണ്. പക്ഷേ പൊതുവേ 3 കാര്യങ്ങൾ ഇത്തരം പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു വരുന്നവരോട് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്ന് നാട്ടിൽ താമസമാക്കിയ പല പ്രവാസികളുടെയും ജീവിത വേദനകൾ അവർ പങ്കുവെക്കുമ്പോൾ തോന്നിയൊരു കാര്യമാണ്. ഒന്ന്, പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തുന്ന ആളുകൾ ഏറ്റവും പ്രധാനം, നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി ഇവിടെ വീട്ടിലെത്തി പിറ്റേന്ന് രാവിലെ തന്നെ നമ്മളൊരു പുതിയ ജോലിയിൽ പ്രവേശിക്കണം. അത് വളരെ അനിവാര്യമായൊരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു ജോലി നമുക്കില്ലെങ്കിൽ നാട്ടിൽ താമസിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതുമൂലമാണ് ഉണ്ടാവുന്നത്. അതായത് ജോലി ഇല്ലെങ്കിൽ ഇനി എന്ത് എന്നുള്ള ഒരു ആശങ്ക നമ്മുടെ വീട്ടുകാർക്കുണ്ടാവും. പല തുടങ്ങി വെച്ച പരിപാടികളും എവിടെ വെച്ച് അവസാനിക്കുമെന്നതിനെക്കുറിച്ചുള്ള ഒരു ബേജാറുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ വീട്ടിലിങ്ങനെ അസ്വസ്ഥമായി ഇരിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ ആരംഭിക്കും. കാരണം കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ അവർ അസ്വസ്ഥത പ്രകടിപ്പിക്കും. അത് ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റും. ഇത്ര കാലം നമ്മൾ ഇത്രയൊക്കെ അധ്വാനിച്ച് വന്നിട്ട് ഇപ്പോൾ നമ്മളൊന്ന് വീട്ടിലിരിക്കുമ്പോൾ ഇവർക്ക് എന്താ പ്രയാസം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലി, അതൊരു പക്ഷേ നമ്മളവിടെ 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ ശമ്പളം വാങ്ങിയ ആളായിരിക്കും. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 300 400 രൂപ ലഭിക്കുന്ന ഒരു മാന്യമായ ജോലി ഉണ്ടെങ്കിൽ ഒരു ജോലി ഇല്ലാതിരിക്കുക എന്നത് വളരെ അപകടകരമായൊരു കാര്യമാണ്. അതുകൊണ്ടൊരു ജോലി സ്വീകരിക്കണം. അപ്പോൾ പലപ്പോഴും പ്രവാസികൾക്ക് ആ ജോലി സ്വീകരിക്കാൻ പ്രയാസമുണ്ട്. കാരണം അവിടെ ശീലിച്ച ജോലി ആവില്ല ഇവിടെ ഉണ്ടാവുക. ഇവിടുത്തെ പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടായിരിക്കും, ഇവിടുത്തെ സിസ്റ്റങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കും. ഒക്കെ ആവട്ടെ, അല്പം ത്യാഗം ചെയ്ത് ഗൾഫിലൊക്കെ എത്തി അവിടുത്തെ ചുറ്റുപാടുകളോട് യോജിക്കാനും അവിടെ ഒരു ജോലി കണ്ടെത്താനും അവിടെ ഇണങ്ങാനും ഭാഷ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടിയതിൻ്റെ ചെറിയൊരു ശതമാനം പോലും ബുദ്ധിമുട്ട് ഇവിടെ ഒരു തിരികെ ജോലി പ്രവേശിക്കാൻ ഉണ്ടാവില്ല. ആ ഒരു ബുദ്ധിമുട്ട് സഹിച്ച് ഒരു ജോലി നമ്മൾ സ്വീകരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ ഇടപെട്ട് തുടങ്ങരുത്. നമ്മൾ നാട്ടിലെത്തിയ ഉടനെ തന്നെ വീടിൻ്റെ ഭരണവും കൺട്രോളും നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പ്രശ്നങ്ങൾ അവസാനിക്കില്ല. അതുകൊണ്ട് അവിടെ ഭംഗിയായി നടന്നു പോകുന്നുണ്ട്. നമ്മൾ അവിടെ ഇങ്ങനെ 24 മണിക്കൂർ നിന്ന് കാര്യങ്ങൾ ഇടപെടണ്ട. അത് മെല്ലെ മെല്ലെ അവർ കൊണ്ടുപോകുന്ന ഭാര്യയും മക്കളും പോകുന്ന റൂട്ടിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ അങ്ങോട്ട് കയറണം. അല്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും, വളരെ വലിയ പൊട്ടിത്തെറികൾ അവിടെ ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രവാസി, അപ്പോൾ അദ്ദേഹത്തിന് 20 കൊല്ലമായതിന് ദാമ്പത്യം, 15 കൊല്ലം ഗൾഫിലാണ്, അപ്പോൾ 5 കൊല്ലം നാട്ടിലും. അപ്പോൾ 15 കൊല്ലം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമല്ല. പക്ഷേ 5 കൊല്ലം പ്രശ്നമാണ്. ഒരു റൂമിൽ അവർ ഉറങ്ങുന്നത്. ഭാര്യ ഒരു നിലക്കും അദ്ദേഹത്തിന് വഴങ്ങുന്നില്ലെന്ന് അദ്ദേഹം പറയണം. അപ്പോൾ പ്രവാസം തിരിച്ചു വന്നതാണ് പ്രശ്നത്തിൻ്റെ കാരണം. അതെങ്ങനെ മനസ്സിലാക്കാം? 15 കൊല്ലം പ്രശ്നങ്ങളില്ല ഉണ്ടെങ്കിൽ തുടക്കം മുതലുണ്ടാവില്ലേ? അപ്പോൾ ഇപ്പോഴത്തെ 5 കൊല്ലം പ്രശ്നം ഉണ്ടാകാൻ കാരണം പ്രവാസമാണ്. അപ്പോൾ എന്തേ ചോദിക്കുമ്പോൾ ഇതാണ് പ്രശ്നം. ഒന്ന്, ജോലിയില്ല. രണ്ടാമത്, നാട്ടിൽ എന്ത് ചെയ്യുന്നു, വീട്ടിൽ ഇടപെടാൻ ശ്രമിക്കുന്നു. ആ ഇടപെടലുകൾ പലപ്പോഴും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് വീട്ടിൽ എന്തായാലും ഉഷാറായിട്ട് പോകണ്ടല്ലോ. കുട്ടികളുടെ കാര്യം നടക്കുന്നുണ്ട്. കുട്ടികളിപ്പോൾ ഒരു കുട്ടി 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഒരു കുട്ടി ഡിഗ്രിക്കാണ് പഠിക്കുന്നത്. അതൊക്കെ ഇത്ര കാലം അവൾ കൊണ്ടുനടന്നില്ലേ. ഇനി അവൾക്കൊരു സപ്പോർട്ട് കൊടുത്തൊന്ന് കൂടെ നിന്ന് കൊടുക്ക്. ക്രമേണ നിങ്ങൾക്ക് ആ ഒരു ഇതിലേക്ക് പ്രവേശിക്കാൻ പറ്റും. പെട്ടെന്ന് കയറി ഇടപെടാൻ ശ്രമിച്ചാൽ പ്രശ്നമാണ്. നമ്മൾ പ്രവാസത്തിൻ്റെ ഇടയ്ക്ക് വിശ്രമിക്കാൻ വേണ്ടി നാട്ടിൽ വരുമ്പോൾ നമ്മൾ ഇടപെടാറില്ലല്ലോ. വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കും, നമ്മളതിൻ്റെ കൂടുതൽ ചേരും. കാരണം ഒന്നും ഇപ്പോൾ ഏറ്റെടുക്കേണ്ട, കാരണം തിരിച്ചു പോകാനുള്ളതല്ലേ. പക്ഷെ ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകാനുള്ളതല്ല, ഇവിടെ നിൽക്കാനാണെന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ ഏറ്റെടുക്കാൻ ശ്രമിക്കും. അപ്പോഴാണ് അവിടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അതോടൊപ്പം
നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു പ്രവാസി നിലക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അവിടുത്തെ ജീവിതശൈലിയും ഇവിടുത്തെ ജീവിതശൈലിയും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ജീവിക്കുമ്പോൾ അവിടുത്തെ ശൈലിയിൽ ജീവിക്കണം, ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ശൈലിയിൽ ജീവിക്കണം. അത് നമ്മൾ ചിലവാക്കുന്നിടത്തും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നിടത്തുമൊക്കെ വേണം. കാരണം അവിടെ നമുക്ക് ഭാര്യയില്ല, ഇവിടെ നമുക്ക് ഭാര്യയുണ്ട്. അവിടെ നമുക്ക് വലിയ വരുമാനമുണ്ട്, ഇവിടെ അത്ര വരുമാനമില്ല. ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന തിരിച്ചറിവോടുകൂടെ തന്നെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ 3 കാര്യങ്ങൾ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലുണ്ടാകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അറിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും. അള്ളാഹു സഹായിക്കട്ടെ.